കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലമായി മറുനാടൻ മലയാളിയുടെ ശ്രീ ഷാജൻ സ്കറിയ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്താ ക്ലിപ്പുകളും വാർത്തയും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളും പൊതുസമൂഹത്തിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസവും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ കേൾക്കാനിടയായ ഒന്ന് രണ്ട് വാർത്താ ക്ലിപ്പുകളും ശ്രീ ഷാജൻ സ്കറിയയുടെ അവകാശവാദങ്ങളും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ എനിക്ക് പൊരുത്തക്കേട് തോന്നാനിടയായ ആ രണ്ട് വാർത്താ ക്ലിപ്പുകളും ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. യുഎൻഎ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടവരുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. ജാസ്മിൻ ഷാ, ഭാര്യ ഷബാന, യുഎൻഎ ഭാരവാഹികളായ ബിപിൻ എൻ പോൾ, ഷോബി ജോസഫ് എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, മറ്റൊരു വലിയ സമരം സ്വകാര്യ മേഖലയിൽ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഈ നടപടി വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് നഴ്സുമാർക്ക് മികച്ച വേതനം നൽകുന്ന തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികളെ സമരകേന്ദ്രങ്ങളാക്കി അതിന്റെ മറവിൽ തൃശൂർ അതിരൂപതയെയും അതിരൂപതാധ്യക്ഷനെയും അവഹേളിക്കുന്ന യുഎൻഎയുടെ നടപടികൾ അപലപനീയമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസ്താവിച്ചു. തൃശൂരിൽ തന്നെ കുറഞ്ഞ വേതനം നൽകുന്ന ആശുപത്രികളിൽ സമരമില്ല എന്നത് യുഎൻഎ നടപടികളിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മാർച്ച് 6 സർക്കാർ പ്രസിദ്ധീകരിച്ച വേതനം സംബന്ധിച്ച കരട് രേഖ എത്രയും വേഗം നടപ്പിലാക്കാൻ സർക്കാരിനെതിരെയാണ് യുഎൻഎ സമരരംഗത്ത് വരേണ്ടത്, അല്ലാതെ ബിഷപ്സ് ഹൌസുകളിലേക്കല്ല. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് മാനേജ്മെന്റുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും നഴ്സുമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് ഇറക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. തൃശൂരിൽ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഗൂഢ അജണ്ടയോടെ നടത്തുന്ന പ്രചാരണങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അനാവശ്യമായി സഭയും സഭാധ്യക്ഷന്മാരെയും ആക്ഷേപിക്കുന്നത് തുടർന്നാൽ സഭാ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകി. നിരവധി ആശുപത്രികൾ കരാർ ഒപ്പുവെച്ചുവെന്ന് പറയുന്ന യുഎൻഎ ആ കരാറുകൾ പുറത്തുവിടാൻ തയ്യാറാകണം. അപ്പോൾ ഇതാണ് എനിക്ക് പൊരുത്തക്കേട് തോന്നിയ ആ രണ്ട് വാർത്താ ക്ലിപ്പുകൾ. അതിലൊന്നാമത്തെ പൊരുത്തക്കേട് ശ്രീ ഷാജൻ സ്കറിയ വിവരിക്കുന്നതനുസരിച്ച് നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ട് ജീവനും ജീവിതവും സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് ജാസ്മിൻ ഷായെ ശ്രീ ഷാജൻ സ്കറിയ പരിചയപ്പെടുത്തുന്നത്. അത്രത്തോളം ജാസ്മിൻ ഷായ്ക്ക് വേണ്ടി ശ്രീ ഷാജൻ സ്കറിയ കമ്മിറ്റഡ് ആവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും തമ്പനയിലും ടൈറ്റിലുമെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഷാജൻ സ്കറിയ പറയുന്നതും ഇഡി സ്വത്ത് കണ്ടുകെട്ടിയതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ശ്രീ ഷാജൻ സ്കറിയയാണ്. കാരണം അവകാശവാദം ഉന്നയിക്കുന്നത് ശ്രീ ഷാജൻ സ്കറിയയാണ്. രണ്ടാമത്തെ പൊരുത്തക്കേട് ഞാൻ നോക്കി തന്നെ വായിക്കാം. അവർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ നിർദ്ദേശം ഞങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും സമരം ചെയ്യുന്നു. ഒന്നാമത്തെ ആരോപണം അതിശക്തമായ ആരോപണങ്ങളാണ്. രണ്ടാമത്, കുറഞ്ഞ വേതനം നൽകുന്ന മറ്റ് ആസ്പത്രികൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞുവെന്നാണ് AKCC പറയുന്നത്. അതായത് ഇതിൽ കുറഞ്ഞ ശമ്പളം നൽകുന്ന മറ്റ് ആസ്പത്രികൾ ഉണ്ട് എന്ന്. ഇവിടെ നിങ്ങൾ വസ്തുതാവിരുദ്ധമായി അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നുള്ള കാര്യമാണ്. അതായത് നിക്ഷിപ്ത താല്പര്യവും ഗൂഢ അജണ്ടയും. മറ്റൊന്ന്, കരട് രേഖ നടപ്പിലാക്കാൻ സർക്കാരിനോടല്ലേ ആവശ്യപ്പെടേണ്ടതെന്ന് AKCC ചോദിക്കുന്നു. നാലാമത്, ശമ്പളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂബിലി അമല ഹോസ്പിറ്റലുകളിൽ നഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ആറാമതായി അവർ പറയുന്നത്, ബാക്കി എല്ലാ ഹോസ്പിറ്റലുകളും നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ കരാറിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തികച്ചും ഷാജൻ സ്കറിയയുടെ അവകാശവാദങ്ങളും ഇവിടെ AKCC എന്ന് പറയുന്ന സംഘടന നടത്തിയിരിക്കുന്ന ശക്തമായ ഇടപെടലുകളും കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും ശ്രീ ഷാജൻ സ്കറിയയ്ക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ശ്രീ ഷാജൻ സ്കറിയയാണ് ഇത് പൊതു മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് സഹോദരൻ ഷാജൻ സ്കറിയയോട് പറയുവാൻ, മാലാഖമാരുടെ പ്രശ്നം രണ്ട് ഹോസ്പിറ്റലുകളിലേക്ക് ഒതുക്കാനുള്ളതല്ല. ഇത് അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. മറ്റെല്ലാ ഹോസ്പിറ്റലുകളും ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വളരെ ഗൗരവമേറിയ മാപ്പർഹിക്കാത്തൊരു തെറ്റുകൂടിയാണ്. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയാമോ? മാന്യമായ ശമ്പളം കിട്ടാത്ത അനേക ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇൻ്റർനാഷണൽ ശൃംഖലയിൽപ്പെട്ട ഹോസ്പിറ്റലുകൾ പോലുമുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും അനുഭവിക്കുന്നതുമായ വസ്തുതയാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രണ്ട് ഹോസ്പിറ്റലുകളുമായോ വ്യക്തി താല്പര്യങ്ങളുമായി കൂട്ടിക്കലർത്തുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം അങ്ങേയറ്റം കുറച്ചു കളയുന്നൊരു പണിയാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് അഖിലേന്ത്യാ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ്. മാലാഖമാർ അവഗണിക്കപ്പെടുന്നുവെന്നുള്ള വലിയ വിഷയമാണ്, വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതിനെ ആ തലത്തിലേക്ക് മാറ്റാതെ ഇത് വെറും വ്യക്തി താല്പര്യങ്ങളിലേക്ക് മാറ്റുന്നുണ്ടോ എന്നുള്ള വിഷയത്തിനും
ശ്രീ ഷാജൻ സ്കറിയ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം അങ്ങാണ് ഈ വിഷയം ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഭാരതത്തിലെ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെ തൊഴിലാളി യൂണിയനുകൾ ഈ വിഷയം ഏറ്റെടുക്കാത്തത്? നേഴ്സുമാർ തൊഴിലാളികളല്ലേ? അപ്പോൾ നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ മാന്യമായ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതയായിരിക്കെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികളുടെ തൊഴിലാളി യൂണിയനുകൾ ഇവരെ അവഗണിക്കുന്നത്? ഇവിടെ നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒരു വോട്ട് ബാങ്കായി നിലനിൽക്കുന്നത് കൊണ്ടല്ലേ? അല്ലാതെ ഇതിങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ നേരെയും സഭയുടെ നേരെയും ഒക്കെ അജണ്ടകൾ വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നുവെന്നുള്ള ആരോപണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ്. ആ രീതിയിലേക്ക് ചുരുക്കപ്പെടാനുള്ളതല്ല എന്നുള്ളത് ശ്രീ ഷാജൻ സ്കറിയനെ പോലെയുള്ളവർ ഓർക്കണം. നമുക്കത് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും രാഷ്ട്രീയ പാർട്ടികളിലെ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നയം രൂപീകരിക്കുന്നവരും ഭരണം നിയന്ത്രിക്കുന്നവരുമല്ലേ വിഷയത്തിൽ ഇടപെടേണ്ടത്? അവരെയല്ലേ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്? മറ്റൊരു കാര്യം കൂടി ശ്രീ ഷാജൻ സ്കറിയനെ പോലെയുള്ളവർ ഓർക്കണം. ഏറ്റവും കൂടുതൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കടന്നുപോയിട്ടുള്ളതും ഇപ്പോഴും ഉള്ളതും കേരള സംസ്ഥാനത്തിൽ നിന്നാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ ഇന്നേ വരെയില്ല. കേരളം രൂപപ്പെട്ടിട്ട് ഇന്നേ വരെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ കോടിക്കണക്കിന് രൂപ പുറത്ത് മുടക്കി പഠിച്ചിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുവാനുള്ളതായ മാന്യമായ സാഹചര്യം സൃഷ്ടിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ശ്രീ ഷാജൻ സ്കറിയ. അല്ലാതെ ഇത് ഏതെങ്കിലും സഭയോ സഭാ സ്ഥാപനങ്ങളുമൊക്കെയായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങളിലേക്ക് ചുരുക്കപ്പെടേണ്ട ഒരു സംഭവമല്ല ഇത്. ഒരു നാടൻ പണിക്ക് പോകുന്ന ഒരാൾക്ക് പോലും 1000, 1300, 1500 രൂപയും ശമ്പളം കിട്ടുന്നുണ്ട്. അതായത് 30,000 മുതൽ 45,000 രൂപ വരെ ശമ്പളം കിട്ടും. പക്ഷേ ആ ശമ്പളം ഈ 2 ഹോസ്പിറ്റലുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് വ്യാജമാണ് അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ. അവസാനമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം ശ്രീ ഷാജൻ സ്കറിയ. അങ്ങ് ഉത്തരവാദിത്തപ്പെട്ടതും സീനിയറുമായിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. വാർത്തകളിൽ വികാരം ചേർത്താൽ വൈറലാകാൻ എളുപ്പമാണ്. പക്ഷേ വാർത്തകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം. അങ്ങയെപ്പോലെ സീനിയറും ഉത്തരവാദിത്തപ്പെട്ടതുമായ ഒരു മാധ്യമപ്രവർത്തകനോട് ഇത്തരം കാര്യം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. ലോഹയിട്ട പിശാചുക്കളെന്ന് തമ്പനയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ലോഹയിട്ട എത്രയോ മാലാഖമാരുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറക്കുകയാണ്. കുഷ്ഠരോഗികൾക്കും ദരിദ്രർക്കും പീഡിതർക്കും അനാഥർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, കുറ്റപ്പെടുത്താം, പക്ഷെ ചാപ്പ കുത്തരുത്. കാടടച്ച് മൊത്തത്തിൽ ചാപ്പ കുത്തരുത്. അതായത് കുറ്റം ചൂണ്ടിക്കാണിക്കുന്നതും ചാപ്പ കുത്തുന്നതും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ സമൂഹം, നമുക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ഇപ്പോഴത്തെ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ ജാതി മത വ്യവസ്ഥയിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നതിൽ ഷാജൻ ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന സഭാ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് തീരെ ചെറുതല്ല. ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായി സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവും എല്ലാം ഇങ്ങനെ കൂപ്പുകുത്തുമ്പോൾ തിരുത്തൽ ശക്തിയായി നിൽക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ചാപ്പകുത്തി അവരുടെ ആത്മവീര്യം കെടുത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കാനുള്ള ജ്ഞാനവും വിവേകവും ശ്രീ ഷാജൻ സ്കറിയയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമുക്ക് തെറ്റു ചൂണ്ടിക്കാണിക്കാം, ചാപ്പ കുത്താതിരിക്കാം. അതുമല്ല, ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥ പ്രശ്നം മറയ്ക്കപ്പെടുകയാണ്. അവിടെയാണ് നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും കൂടെ അജണ്ടകളുമുണ്ട് എന്നവർ നിങ്ങളുടെ മേൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് വിശ്വസിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മറിച്ച് മറുപടി പറയേണ്ടതുണ്ട്. ഫോക്കസ് മാറിപ്പോകാതിരിക്കട്ടെ. നേഴ്സുമാർക്ക് ശമ്പളം വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ഇത്തരം പ്രത്യാരോപണങ്ങളിലേക്ക് പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ നീതി നിഷേധിക്കപ്പെട്ടാൽ അതും നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ഗുരുതരമായൊരു കുറ്റമല്ലേ?